നീ പറഞ്ഞതുപോലെ ആയിരിക്കില്ല, സിദ്ധാർത്ഥ് നിന്നോട് അങ്ങനെ പെരുമാറില്ല. മുത്തശ്ശി വീണ്ടും അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളമാണെന്നാണോ മുത്തശ്ശി പറയുന്നത്? സിദ്ധാർത്ഥ് എൻ്റെ കൂടെ ഇടപഴകിയ ആ ഒരു ദിവസവും എൻ്റെ വയറ്റിലുള്ള കരുവിൻ്റെ ആ ഒരു വളർച്ചയും നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ശരി. മേഘ തീർത്ത് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആകെ ഒന്നും പറയാനാവാത്ത അവസ്ഥയിലായി. എനിക്ക് ഉറപ്പാണ് സിദ്ധു തന്നെയാണ് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ഉത്തരവാദി. മേഘ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് മുത്തശ്ശിയും മനോഹരനും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്റെ ഗർഭത്തിൻ്റെ കാരണം മനീഷ് അല്ലേ? സിദ്ധു ആണോ കാരണം? വീണ്ടും അത് തന്നെ ചോദിക്കുകയാണ് മുത്തശ്ശി. അതേ, സിദ്ധു തന്നെയാണ് കാരണം. മനീഷ് എന്തുകൊണ്ടെന്ന ഈ ഒരു കാര്യം നടക്കുന്നതിന് ഒരു മാസം മുൻപ് മനീഷ് UK പോയിട്ടുണ്ട്. അതുകൂടെ കേട്ടപ്പോഴേക്കും മുത്തശ്ശിക്കും മനോഹരനും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു തരത്തിലും മനീഷല്ല ഉത്തരവാദി എന്നുള്ളത് തീർത്തും ബോധ്യമായി കഴിഞ്ഞു. ഇതുപോലെ ഇത്രയും തരംതാണ് സിദ്ധു പെരുമാറുന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. നീ ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ചു നോക്കൂ. പക്ഷേ നീ സിദ്ധുവിനെ കുറിച്ച് പറയുന്നത് കാരണം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശി വീണ്ടും മേഘയോട് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ മുത്തശ്ശി? മേഘ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇല്ല മേഘ, നീ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. അല്ലാതെ ഒരാളോടുള്ള ദേഷ്യത്തിൻ്റെ മേലിൽ വെറുതെ ഒരു കാരണവും ഇല്ലാതെ അയാൾക്ക് മേലൊരു തെറ്റ് നമ്മൾ ചാർത്തി കൊടുക്കാൻ പാടില്ല മേഘ. എന്തുകൊണ്ടെന്നാ ഇത് നിന്റെ ജീവിത പ്രശ്നമാണ്. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവൻ ചന്ദ്രികയുടെ കൂടെ ചേർന്ന് ജീവിക്കാമെന്നാണോ കരുതുന്നത്? സിദ്ധു എന്നോടുള്ള സ്നേഹത്തോടു കൂടി തൊട്ടതാണോ അതോ എന്നെ നാണം കെടുത്താൻ വേണ്ടി തൊട്ടതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സിദ്ധു എന്നെ തൊട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരാണ് പോലും ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാനാണെങ്കിൽ മദ്യപിച്ചിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ സിദ്ധാർത്ഥ് അങ്ങനെയല്ലല്ലോ. അവൻ ബോധത്തോടു കൂടിയല്ലേ. അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ അവൻ ഇത് ചെയ്തിട്ടുണ്ടാവുക. സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് തന്നെ നോക്കി ദേഷ്യത്തോടെയാണ് മേഘ അവളുടെ വീട്ടിലേക്ക് നടന്നു കയറുന്നത്. ആ സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, അളവില്ലാതെ അധികമായിട്ട് മദ്യപിച്ചിട്ട് ഇങ്ങനെയൊരു കാര്യത്തിൽ ചെന്ന് പെട്ടുപോയല്ലോ. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക? വീട്ടിലേക്ക് വന്നു കയറിയതിന് ശേഷം മേഘ ഒരു കപ്പിൽ വെള്ളം എടുക്കുകയാണ്. എന്നിട്ട് പിൻഭാഗത്ത് പോയിട്ട് മുഖം കഴുകുന്നുണ്ട്. ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, ഞാൻ കൺസീവ് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര മോശക്കാരിയായിട്ടാണ് എന്നെ കൊണ്ട് കരുതുക. മേഘയുടെ മനസ്സ് നിറയെ ആ CCTV കണ്ട ഫൂട്ടേജ് തന്നെയാണ്. സിദ്ധാർത്ഥ് അവളെ കോരിയെടുക്കുന്നതും അതിനുശേഷം അവളെ എടുത്ത് താഴേക്ക് വരുന്നതും അത്രയും സിദ്ധാർത്ഥിൻ്റെ ദേഹത്തോട് പറ്റിച്ചേർത്തിക്കൊണ്ടാണ് മേഘയെ കിടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ സിദ്ധാർത്ഥിനോട് അടുത്തിടപഴകാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൻ എന്നിൽ നിന്നും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ളവൻ എൻ്റെ അടുത്ത് എങ്ങനെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടാവുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത അതിശയാണ് തോന്നുന്നത്. അവൻ നല്ലവനാണോ മോശക്കാരനാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നിട്ടുള്ളതിൻ്റെ കാരണം അവൻ എന്നോടുള്ള ആഗ്രഹമായിരിക്കുമോ അതോ ഞാൻ അവനെയും അവൻ്റെ കുടുംബത്തെയും ചതിച്ചു എന്നുള്ള ചിന്ത കാരണം എന്നോടുള്ള ദേഷ്യം കാരണമായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇതെങ്ങനെ എടുക്കുക എന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. മേഘക്ക് ആകെ കൂടെ കൺഫ്യൂഷനായിരിക്കുകയാണ്. കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കുറച്ചു നേരം കൊണ്ട് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം വീട്ടിലാണെങ്കിൽ അവർ ആഘോഷങ്ങളും പരിപാടികളൊക്കെ നടത്താനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, മുത്തശ്ശ പെണ്ണും റെഡി ചെക്കനും റെഡി. നിങ്ങൾ എന്തോ ഒരു മത്സരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താ? ആ, മത്സരമുണ്ട് മോളെ. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം ആകാശിനോട് പറയാണ്, ആകാശ് അവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്, അതിങ്ങോട്ട് എടുത്തിട്ട് വാ മോനെ. ആ മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് വേഗം തന്നെ പോവാണ്. എന്തിനായിരിക്കും ആകാശ് പോയിട്ടുണ്ടാവുക? മുത്തശ്ശൻ വെച്ചിരിക്കുന്ന മത്സരം എന്താണെന്ന് അറിയാൻ വേണ്ടി ചന്ദ്രികയും സിദ്ധാർത്ഥവും ഒക്കെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആരതി ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, മുത്തശ്ശ എന്താ കാര്യമെന്ന് എന്നോട് മാത്രം പറയാമോ?
സമാധാനത്തോടെ നിൽക്കുമോളെ, ഇപ്പം എല്ലാവരും അറിയുക തന്നെ ചെയ്യും, മുത്തശ്ശൻ പറയാണ്. അപ്പോൾ ആകാശ് ചെറിയൊരു മണ്ണിൻ്റെ മൊന്തയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട്, ആകാശ് അതിലെന്താ ഉള്ളത്? അത് ആകാശ് പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം തന്നെ വിവരിച്ചു കൊടുക്കുകയാണ്. ഈ കുടത്തിനുള്ളിൽ 10 കടലാസ് എഴുതി വെച്ചിട്ടുണ്ട്. 10 ഷീറ്റ് പോലെ കടലാസ് എഴുതി മടക്കി വെച്ചിട്ടുണ്ട്. അത് പെണ്ണും ചെക്കനും എടുക്കണം, മാറി മാറി എടുക്കുക. അപ്പോൾ അതിലെന്താണോ എഴുതിയിരിക്കുന്നത് അത് രണ്ടുപേരും അതുപോലെ തന്നെ ചെയ്യണം. ഏയ് വാവ്! ആരതി സന്തോഷത്തോടെ കൈകൊട്ടുകയാണ്. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും പറയുന്നുണ്ട്, പെട്ടു പെട്ടു, ചന്ദ്രികയും സിദ്ധുവും പെട്ടു എന്നൊക്കെ പറയാണ്. ചന്ദ്രികയും സിദ്ധു ആകെ ഇങ്ങനെ വെപ്രാളത്തോടെ നിൽക്കുകയാണ്. എന്താ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ചന്ദ്രിക മടിച്ച് പറയാണ്, ഇതൊക്കെ വേണോ മുത്തശ്ശ? ആ വേണം മോളെ, ഇതൊക്കെ എൻ്റെ കാലത്തെ ഉള്ള സമ്പ്രദായമാണ്. ആണിന് മുന്നിൽ പെണ്ണ് ഒരു കാര്യം കൊണ്ടും കുറഞ്ഞവളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അന്നത്തെ കാലത്ത് വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും ചന്ദ്രയ്ക്ക് ആകെ ഒരു ചമ്മലൊക്കെ തോന്നുന്നുണ്ട്. എന്തായിരിക്കും ആ ഷീറ്റിൽ ഉണ്ടാവുക എന്നറിയില്ലല്ലോ. അപ്പോൾ മുത്തശ്ശൻ അവൾക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് പറയാണ്, അതുകൊണ്ട് നീ എടുക്കുന്ന കടലാസിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് എല്ലാവർക്കും മുന്നിൽ വെച്ച് നീ ചെയ്ത് കാണിക്കണം. മടിക്കാതെ വന്ന് ഒരു ഷീറ്റ് എടുക്ക് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക ആകെ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മലറിൻ്റെ കയ്യിലാണ് ആ ഒരു മൊന്ത കൊടുത്തിരിക്കുന്നത്. ചന്ദ്രികയോട് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, എടുക്ക് ചന്ദ്രിക എടുക്ക്. അങ്ങനെ അവസാനം മടിച്ച് ചന്ദ്രിക പോയിട്ട് അതിൽ നിന്നൊരു പേപ്പർ എടുത്ത് അത് തുറക്കുവാണ്. ആദ്യത്തേത് വായിച്ചപ്പോൾ തന്നെ ചന്ദ്രികയുടെ കിളി പറന്നു പോയിട്ടുണ്ടായിരുന്നു. അയ്യോ, ചന്ദ്രിക ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. ചന്ദ്രിക എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? എല്ലാവരും മാറി മാറി ചോദിച്ചിട്ട് ചന്ദ്രിക പറയുന്നില്ല. അവളിങ്ങനെ നാണത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഞാൻ വായിച്ചു നോക്കാം. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുകയാണ്. അത് വായിച്ചിട്ട് ആരതി ശബ്ദത്തിൽ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പാട്ടിന് ചന്ദ്രിക ഡാൻസ് കളിക്കണം. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥാണ് ആദ്യം തന്നെ കൈകൊട്ടുന്നത്. വാവ്! എല്ലാവരും മുത്തശ്ശൻ എഴുതിയ ആ ഒരു കടലാസിലുള്ള കാര്യം ചന്ദ്രിക ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ മടിച്ച് നാണത്തോടെ നിൽക്കുന്നതാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ചെയ്യുമോളെ എന്നപ്പോൾ അവൾ പറയുന്നുണ്ട്, ഡാൻസൊക്കെ ഞാൻ എങ്ങനെയാണ് മുത്തശ്ശ കളിക്കുക? നീ ധൈര്യമായിട്ട് ഡാൻസ് കളിച്ചോ. ഈ ഒരു കാര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്ക് മുന്നിലും പെണ്ണ് ചെറുതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ചന്ദ്രിക മടിച്ച് പറയാണ്, ഞാൻ ഏത് പാട്ടിനാണ് ഡാൻസ് കളിക്കാമെന്ന് എനിക്ക് അറിയില്ലല്ലോ. നിനക്ക് ഏത് പാട്ടിനാണോ ഡാൻസ് കളിക്കേണ്ടത് അതുപോലെ കളിച്ചോ, ലക്ഷ്മി പറയാണ്. ചന്ദ്രികയ്ക്ക് അപ്പോഴും ഇങ്ങനെ നാണായിട്ട് അവളിങ്ങനെ വിരൽ കടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ എന്തോ ഒരു ചമ്മൽ തോന്നുന്നു, ഞാൻ ആരതിയുടെ കൂടെ കളിച്ചോട്ടെ? ഞാനൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി. ആരതി അവളെ ഒറ്റ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഓ ആരതിയുടെ കൂടെ ചേർന്ന് കളിച്ചാൽ മതി. അതും പറ്റില്ലെങ്കിൽ നിന്റെ അമ്മ ലക്ഷ്മിയെ തന്നെ കൂട്ടിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അയ്യോ ഞാനൊന്നുമില്ല. ലക്ഷ്മി വേഗം പിന്മാറുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയുടെ കൂട്ടുകാരികളായിട്ട് വന്ന് രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടാം, അതിന് നീ ഡാൻസ് കളിച്ചാൽ മതി. പിന്നെന്താ, പാട്ട് പാടാൻ ആളായി, ഇനി ധൈര്യമായിട്ട് ഡാൻസ് കളിച്ചോ. മുത്തശ്ശൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ പാട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രികയും ആരതിയും ചേർന്നിട്ട് ആ ഒരു പാട്ട് നല്ല അടിപൊളി ഡാൻസ് കളിക്കുകയാണ്. എല്ലാവരും ആ ഡാൻസ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരെയും കൈമുട്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേസമയം മേഘയാണെങ്കിൽ ആകെ കൂടെ തലക്കകത്ത് ഭ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോഴാണ് മുത്തശ്ശി മനോഹരനും മാർക്കറ്റിൽ പോയി വന്നിട്ടുണ്ടായിരുന്നത്. മേഘയെ ബെഡിൽ കണ്ടപ്പോൾ അവർ അതിശയിച്ചു പോയി. ഇതെന്താ മേഘ ഇത്ര പെട്ടെന്ന് വന്നത്? മേഘ മറുപടിയൊന്നും പറയാതെ ദേഷ്യം പിടിച്ചു നിന്നാണ്ടപ്പോൾ മുത്തശ്ശി കുറച്ചൊരു ശബ്ദം താഴ്ത്തി പറയാണ്, അല്ല ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് ആരെയോ കാണാൻ വേണ്ടി പോകണം, കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. പക്ഷേ മേഘ അതിന് മറുപടിയൊന്നും പറയാതെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ മനോഹര ശബ്ദം താഴ്ത്തി ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി മേഘ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ പോയ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ തന്നെ ഫ്ലോപ്പായി എന്നുള്ളത്. ചേച്ചി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്, അല്ലെങ്കിൽ വായു കഴിച്ച് വിശപ്പ് മാറ്റേണ്ടി വരും. അയ്യോ നിനക്ക് തീറ്റാന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി മനോഹരനും കൂടി അടുക്കള ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും മേഘ പെട്ടെന്ന് പിന്നീന്ന് പറയാണ്, മുത്തശ്ശി എന്താ മേഘ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, എന്താ മേഘ അടുത്തേക്ക് വാ എന്നിട്ട് പറയാം. എന്താ അടുത്തേക്ക് വേണ്ടി വീണ്ടും അവർ ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവരുടെ മുഖത്ത് നോക്കാതെയാണ് മേഘ സംസാരിക്കുന്നത്. എന്താ കാര്യം പറയൂ മേഘ. മേഘ അല്പനേരം ഇങ്ങനെ മടിച്ചു നിന്നതിന് ശേഷം വെട്ടി തുറന്ന് പറയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അത് കേട്ട സമയത്ത് മുത്തശ്ശിയും മനോഹരനും ഇങ്ങനെ ഷോക്കായിട്ട് വാ തുറന്ന് നിൽക്കുകയാണ്. പ്രഗ്നൻ്റ് ആണെന്നോ? രണ്ടുപേരും ഒരുപോലെ ഇങ്ങോട്ടേക്ക് മുഖത്തേക്ക് നോക്കുകയാണ്. ഇതെന്താ ഇവള് പറയുന്നത്? നീ എന്താ മേഘ പറഞ്ഞത്? പ്രഗ്നൻ്റ് ആണെന്നോ? എന്താ മേഘ നീ പറയുന്നത്? ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് മുത്തശ്ശി. എൻ്റെ വയറ്റിലിപ്പോൾ 62 ദിവസം വളർച്ചയുള്ളൊരു കരു വളരുന്നുണ്ട്. മേഘ കൃത്യമായ ദിവസം അടക്കം പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശി മനോഹരനും ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും പെട്ടെന്ന് മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, നീ സത്യം തന്നെയാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ നീ മനീഷിൻ്റെ കൂടെ ജീവിതം തുടങ്ങി എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നിട്ട് അവർ പരസ്പരം പറയാണ്, എടാ മനോഹര, നമ്മൾ ആഗ്രഹിച്ചതുപോലെ മേഘ മനീഷിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു തുടങ്ങിയടാ. അത് കേട്ടപ്പോൾ മനോഹരനും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഇവരിപ്പോൾ രണ്ടുപേരും ഒന്നായടാ, ഇപ്പോൾ മേഘയുടെ വയറ്റിൽ കുഞ്ഞുകൂടെ വന്നടാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് മുത്തശ്ശി സംസാരിക്കുന്നത്. മേഘയാണെങ്കിൽ അത് കേട്ടിട്ട് ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കുകയാണ്. മനീഷിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ മനോഹരന് പറയുന്നുണ്ട്, മേഘ, നീ മനീഷിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടാൽ തന്നെ ഞങ്ങൾക്ക് എത്ര സന്തോഷമാകുമായിരുന്നു, ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്നു ചേർന്നല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ നിൻ്റെ ഭർത്താവിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്ക്, അവനും സന്തോഷമാവുമല്ലോ. മേഘ, സത്യം പറഞ്ഞാൽ നീ ഇപ്പോൾ മനീഷിൻ്റെ കൂടെ ഇനി ജീവിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്നു ചേർന്നല്ലോ, അത് മാത്രം മതി എന്ന് മനോഹരനും സന്തോഷത്തോടെ പറയാണ്. പക്ഷേ മേഘയ്ക്ക് അതൊക്കെ കേട്ടിട്ട് മേഘ മറുപടി ഒന്നും പറയാതെ അവളിങ്ങനെ ദേഷ്യത്തോടെയാണ് നിൽക്കുന്നത്. അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിക്കും ആകെ സന്തോഷമായി, കാരണം ജീവിക്കാനൊരു ജീവിത വരുമാനം ഉണ്ടാവുകയാണ്. മനീഷാണെങ്കിൽ UK-യിലാണ്, അത്യാവശ്യം നല്ല പൈസയും പണമൊക്കെ ഉള്ള ആളാണ്. എന്തായാലും ഇനി തിരിച്ചിട്ട് ലക്ഷ്മിയുടെയും മഹേന്ദ്രൻ്റെയും മകളായിട്ട് മേഘയ്ക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല, കാരണം അവിടെ ചന്ദ്രികയായിരുന്നല്ലോ യഥാർത്ഥ മകള്. അപ്പോഴാണ് മേഘ പറയുന്നത്, എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി മനീഷല്ല. അതുകൂടെ കേട്ട സമയത്ത് മുത്തശ്ശി മനോഹരൻ ആകെ ഞെട്ടിപ്പോയി. മനീഷല്ലെങ്കിൽ പിന്നെ ആര് എന്നൊരർത്ഥത്തിൽ. ചേച്ചി, ഇവളെന്താ പറയുന്നത്? മുത്തശ്ശി ഇങ്ങനെ അതിശയത്തോട് ചോദിക്കുകയാണ്, മേഘ, നീ എന്താ പറയുന്നത്? നിന്റെ ഗർഭത്തിന് മനീഷല്ലേ കാരണം? അല്ല, മനീഷല്ല. മേഘ മുഖത്ത് നോക്കാതെയാണ് സംസാരിക്കുന്നത്. മുത്തശ്ശി ഭയത്തോടു കൂടി മനോഹരനെ നോക്കുവാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി, മേഘ വെറുതെ ചേച്ചിയെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്, മനീഷല്ലാതെ മറ്റാരാവാനാണ്? ചേച്ചി വെറുതെ പേടിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും മേഘ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ്, എൻ്റെ ഗർഭത്തിന് മനീഷല്ല കാരണം. മേഘ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണ്, മുഖത്ത് തെല്ലും ഒരു ഭാവഭേദവും ഇല്ലാതെ. അപ്പോഴേക്കും മുത്തശ്ശി കരഞ്ഞോട് പറയുന്നുണ്ട്, മേഘ, നീ എന്താ ഈ പറയുന്നത്? നീ സത്യമാണോ പറയുന്നത്, അതോ വെറുതെ തമാശയാക്കുവാണോ? ഞാൻ എന്തിനാ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് കള്ളം പറയുന്നത്? സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എൻ്റെ ഗർഭത്തിന് മനീഷല്ല കാരണം. അപ്പോൾ പിന്നെ ആരാ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി? മുത്തശ്ശി കരഞ്ഞോണ്ട് ചോദിക്കുകയാണ്. സിദ്ധാർത്ഥാണ് കാരണം. മേഘ പല്ല് കടിച്ചുകൊണ്ട് പറയാണ്, സിദ്ധാർത്ഥോ? അവർ രണ്ടുപേരും അത്ഭുതം അടക്കാനാവാതെ പരസ്പരം നോക്കുന്നുണ്ട്. അതേസമയം സിദ്ധുവും ചന്ദ്രികയൊക്കെ കൂടിയുള്ള വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, സിദ്ധു, ഇനി അടുത്ത കടലാസ് നീയാണ് എടുക്കേണ്ടത്. മുത്തശ്ശ, ഇനി ഞാനാണെന്നോ? ആ, നീ തന്നെ. ചന്ദ്രിക എടുത്തില്ലേ, ഇനി അടുത്തത് നീയാണ് എടുക്കേണ്ടത്, വാ വന്നെടുക്ക്. അയ്യോ, പെട്ടിരിക്കുകയാണല്ലോ എന്ന് സിദ്ധു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാമെന്നാണോ നീ കരുതിയത്? നടക്കില്ല സിദ്ധു. മര്യാദയ്ക്ക് വന്നിട്ട് ഒരു കടലാസ് എടുക്കാൻ നോക്ക്. ആരതി അവനെ വിട്ടുകൊടുക്കുന്നില്ല. അപ്പോഴേക്കും സിദ്ധാർത്ഥ് കടലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് തുറന്നപ്പോൾ അവനും ആകെ ചമ്മി നിൽക്കുകയാണ്. അയ്യോ, എന്താ 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 ഒറ്റയ്ക്ക് നോക്കി ചിരിക്കുന്നത്? എന്താന്ന് എല്ലാവരോടും പറ, ആരതി പറയാണ്. അത് പിന്നെ MGRനെ പോലെ ഞാനും പാട്ടുപാടി ഡാൻസ് കളിക്കണമെന്ന്. അത് കൊള്ളാം, പൊളിച്ചു. ആഹാ, എങ്കിൽ പിന്നെ തുടങ്ങിക്കോ. ആകാശ്, ഏതെങ്കിലും ഒരു പാട്ട് വെക്ക് എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പെട്ടെന്ന് തന്നെ ഫോണിലൊരു പാട്ട് പ്ലേ ചെയ്യാണ്. അതിന് ലിപ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് സിദ്ധു ഡാൻസ് കളിക്കുന്നത്. അതും ചന്ദ്രികയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്. സിദ്ധുവിൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൈകൊട്ടി അവനെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ സമയത്ത് മേഘ ഇങ്ങനെ സിദ്ധാർത്ഥിനോർത്ത് വെറുപ്പോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, നീ സ്വപ്നം കണ്ടോ? എന്തെങ്കിലും ദുസ്വപ്നമാണോ? സിദ്ധു നിന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ അത്രത്തോളം നന്നായിട്ടല്ലേ നിന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. നിന്റെ മുഖത്ത് പോലും അവൻ ഇതുവരെ നോക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. മനോഹരനും അത് തന്നെയാണ് പറയുന്നത്. അതെ, അത് ശരിയാണ്. അങ്ങനെയുള്ള സിദ്ധു നിന്നെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലേലും അത് തന്നെയാണ് സത്യം. മേഘ തീർത്തു പറയാണ്. മേഘ, നീ എന്താ ഈ പറയുന്നത്? അവൻ എങ്ങനെയാ നിന്നെ? അവസാനം മേഘ എഴുന്നേൽക്കുകയാണ്. അതാ മുത്തശ്ശി, എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സിദ്ധാർത്ഥ് എപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാറാണ്. അവൻ എന്നെ കാണുന്നത് പോലും ദേഷ്യമാണ്. അങ്ങനെയുള്ളവൻ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനോഹരം വീണ്ടും ആവർത്തിക്കുകയാണ്. മേഘ, നീ മദ്യപിച്ചിട്ട് ബോധമില്ലാതെയല്ലല്ലോ സംസാരിക്കുന്നത്, ബോധത്തോടു കൂടി തന്നെയല്ലേ? മേഘ ദേഷ്യത്തോടു കൂടി മനോഹരനെ നോക്കുകയാണ്. അല്ല മേഘ, നീ പറയുന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി കൺഫേം ആക്കിയത്. മുത്തശ്ശിക്കും അതേ അവസ്ഥ തന്നെയാണ്. എന്താ മേഘ, സിദ്ധാർത്ഥ് എങ്ങനെയാ നിന്നോട് മോശമായിട്ട് പെരുമാറുക? ആ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നീ നന്നായിട്ട് ആലോചിച്ച് നോക്ക് മേഘ, സിദ്ധു ആയിരിക്കില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് മുത്തശ്ശി പറയുന്നത്. എൻ്റെ വയറ്റിൽ 62 ദിവസം പ്രായമുള്ളൊരു കരുവാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞ 62 ദിവസങ്ങൾക്ക് മുൻപ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സംഭവമാണ് മേഘ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
നിങ്ങളും പ്രിയയും അതുപോലെ മനോഹരൻ മാമനും ചേർന്നിട്ട് ഒരു നേർച്ചക്കടം നിറവേറ്റാൻ വേണ്ടിയിട്ട് തിരുപ്പതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് തൻ്റെ കൂട്ടുകാർ തന്നെ പാർട്ടിക്ക് വിളിച്ചതും അവിടെ വെച്ച് മദ്യപിച്ച് ലക്ക് കെട്ട് മേഘ കുഴഞ്ഞു വീണതും അവസാനം സിദ്ധാർത്ഥ് വന്നിട്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിനകത്താക്കിയത് വരെയുള്ള കാര്യങ്ങൾ മേഘ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ മദ്യപിച്ചിട്ട് ബോധമില്ലാതെയാണ് നിൽക്കുന്നതെന്ന് മേഘ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, മേഘ അന്ന് നിനക്ക് ഓർമ്മയുണ്ടായിട്ടില്ല, നീ മുഴുവനായിട്ട് മദ്യപിച്ച് ബോധമില്ലാതെയാണെന്ന് നീ തന്നെ പറയുന്നു, പിന്നെ എങ്ങനെ ഈ ഒരു കാര്യം നിനക്ക് ഓർമ്മ വന്നത്? എനിക്ക് അന്ന് നടന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ അന്ന് ആ പബ്ബിൽ നടന്ന കാര്യങ്ങളൊക്കെ അവരുടെ CCTV ക്യാമറയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് അറിയുന്നത് കൊണ്ട് ഞാനത് കോപ്പി ചെയ്തെടുത്ത് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് മേഘ വേഗം തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് മുത്തശ്ശിക്കും മനോഹരനും അത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ നോക്ക് നോക്ക്, അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ CCTV വിഷ്വൽസിലൂടെ കാണുകയാണ് മുത്തശ്ശിയും മനോഹരനും. അപ്പോൾ വീട്ടിലാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി പെണ്ണും ചെക്കനും ചേർന്നിട്ട് ഒരു ഷീറ്റ് എടുക്കണം. അയ്യോ വേണോ മുത്തശ്ശ? ആ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അടുത്ത ഷീറ്റ് എടുക്കുന്നത്. ആ ഒരു കടലാസിലുണ്ടായിരുന്നത് ചന്ദ്രികയും സിദ്ധുവും ചേർന്നുകൊണ്ട് ഡാൻസ് കളിക്കണം എന്നായിരുന്നു. അയ്യോ മുത്തശ്ശ, അതൊക്കെ വേണോ? അത് സാരമില്ല, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, ധൈര്യമായിട്ട് കളിച്ചോ. അങ്ങനെ ചന്ദ്രികയുടെ കൂട്ടുകാരികൾ പാടിക്കൊടുക്കുന്ന സമയത്ത് സിദ്ധുവും ചന്ദ്രികയും ചേർന്നിട്ട് ആ ഒരു പാട്ടിനോട് ഡാൻസ് കളിക്കുകയാണ്. അവർക്കൊപ്പം അവസാനം ആകാശും ആരതിയും ചേർന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു നല്ല മൊമെൻറ്റ് എൻജോയ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റും, അതേസമയം വീട്ടിലാണെങ്കിൽ മേഘയും മുത്തശ്ശിയും മനോഹരനും ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. മേഘ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ സിദ്ധു എന്താ നീ വിചാരിക്കുന്നത് പോലെ അന്യനായ ഒരു വ്യക്തിയാണോ? അവൻ കുട്ടിക്കാലം മുതലേ നിനക്കൊപ്പം വളർന്നതല്ലേ. നീ അവിടെ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ നിന്നെ എടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കിടത്തിയിട്ടുണ്ടാവും. അതിലെന്താ ഇത്ര വലിയ തെറ്റ് അവിടെയല്ല മുത്തശ്ശി. സിദ്ധു എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഈ ബെഡിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ല എന്നുള്ളൊരു അവസരം മുതലാക്കി സിദ്ധാർത്ഥ് എന്നോട് മോശമായിട്ട് പെരുമാറിയിരിക്കുകയാണ് എന്ന് മേഘ പറഞ്ഞത് കേട്ടത് മുത്തശ്ശി മനോഹരനും ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.